ഞാൻ ഡോക്ടർ രാജേഷ് നായർ, കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോ സർജറി, മലബാർ മെഡിക്കൽ കോളേജ്. ഇത് എൻ്റെ കൊളീഗ്സ് ഡോക്ടർ മുഹമ്മദ് അൻസാർ, കൺസൾട്ടൻറ്റ് സ്പൈൻ സർജൻ, ഡോക്ടർ ആദർശ്, കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ. ഞങ്ങൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് വന്ന ഒരു നട്ടലിൻ്റെ വളവുമായിട്ട് അബ്ദുൾ എന്ന് പറയുന്ന ഒരു രോഗിയുടെ ചികിത്സയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം ഈ 60 വയസ്സുള്ള അബ്ദുൾ എന്ന് പറയുന്ന ഒരു രോഗി ഞങ്ങളുടെ അടുത്ത് വരുന്നത് വിട്ടുമാറാത്ത നടുവേദനയും കാലിന് നടക്കാനുള്ള ബുദ്ധിമുട്ടും, വർഷങ്ങളായിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടും, അതിനെ തുടർന്ന് കാലിന് വന്ന ശക്തിക്കുറവ് അല്ലെങ്കിൽ ബലക്കുറവും ആയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അബ്ദുൾ എന്ന രോഗിയെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കാലിലേക്കുള്ള ബലക്കുറവ് ഞങ്ങൾക്ക് മനസ്സിലാവുകയും തുടർന്ന് എക്സ്റേ എടുത്തതിൽ നിന്നും നട്ടലിൻ്റെ വളവ് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ നമ്മൾ ഒരു MRI സ്പൈൻ എടുത്തതിന് ശേഷം തേയ്മാനം കൊണ്ടുണ്ടായ നട്ടലിൻ്റെ വളവ് ആണെന്നും അതുമൂലം കാലിലേക്കുള്ള ഞരമ്പുകൾക്ക് തടസ്സമുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കി. ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ സ്കോളിയോസിസ് കറക്ഷൻ അഥവാ നട്ടല് നിവർത്തുന്ന ഓപ്പറേഷനാണെന്ന് അബ്ദുളിനോട് ഞങ്ങൾ പറഞ്ഞു. നമ്മൾ അബ്ദുലിന് വേണ്ടി ചെയ്ത സർജറിയാണ് നട്ടൽ നിവർത്തുന്ന സർജറി അഥവാ സ്കോളിയോസിസ് കറക്ഷൻ സർജറി. ഇതോടൊപ്പം തന്നെ കാലിലേക്ക് പോകുന്ന നരമ്പുകളിലെ ബ്ലോക്ക് മാറ്റുന്നത് കൂടി നമ്മൾ ഈ സർജറിയോടൊപ്പം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വളരെ റിസ്ക് ഉള്ള സർജറിയാണ്. അത് വളരെ സേഫും റിസ്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയായ ഇൻട്രോ ഓപ്പറേറ്റീവ് ന്യൂറോ മോണിറ്ററിങ്ങും ന്യൂറോ നാവിഗേഷൻ്റെയും സഹായം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷന് ശേഷം അബ്ദുൽ എന്ന പേഷ്യൻറ്റിനെ നമ്മൾ 4 മുതൽ 5 ദിവസം വരെ റെസ്റ്റ് എടുപ്പിക്കുകയും അതിനുശേഷം പതുക്കെ നടത്തി തുടങ്ങുകയും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. സ്കോളിയോസിസ് അല്ലെങ്കിൽ നട്ടലിൻ്റെ വളവ് എന്ന് പറയുന്നത് 2 രീതിയിൽ വരാം. ചിലർക്ക് ജന്മനാ ഉള്ള വളവുകളാവാം, ചിലർക്ക് പ്രായം കൊണ്ട് തേയ്മാനം കൊണ്ടുവന്ന വളവുകളുമാവാം. രണ്ടാണെങ്കിലും ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തന്നെയാണ്. സ്കോളിയോസിസ് സർജറി എന്ന് പറയുന്നത് വളരെ സങ്കീർണമായൊരു ശസ്ത്രക്രിയയാണ്. പക്ഷേ എന്നാൽ പോലും ന്യൂറോ നാവിഗേഷൻ അല്ലെങ്കിൽ ഇൻട്രോപ്പറേറ്റീവ് മോണിറ്ററിങ് ഇതുപോലെയുള്ള നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടെ നമുക്ക് ഇത് വളരെ റിസ്ക് ഫ്രീ ആയും സേഫായിട്ടും നമുക്ക് ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും.